ഓൾ ഐസ് ഓൺ റഫ. ഇങ്ങനൊരു പോസ്റ്റ് നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും. പല സെലിബ്രിറ്റീസും ഇത് റീഷെയർ ചെയ്യുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം? ഇന്ന് ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് ഇന്ന് ഡോക്യുമെന്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂട്ടക്കുരുതിയാണ് റഫേൽ നടക്കുന്നത്. എന്താണ് റഫേൽ സംഭവിക്കുന്നത്? ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇന്ന് റഫേൽ എന്തുകൊണ്ട് ഇത്രമാത്രം വ്യാപിക്കുന്നു? എന്താണ് ഇതിന് പിറകിലെ യഥാർത്ഥ കാരണം? ഇങ്ങനെ പല സംശയങ്ങൾക്കുള്ള വിശദമായ വിശദീകരണമാണ് ഈ ഒരു വീഡിയോ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഈ റഫ? ഇതറിയാതെയായിരിക്കും പലരും ഇതിനോടകം ഈ ഒരു കാര്യത്തെ റീഷെയർ ചെയ്യുന്നത്. കാരണം പലരും റീഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും റീഷെയർ ചെയ്യുന്നു പറഞ്ഞു പോലും ഇത് ഷെയർ ചെയ്യുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ റഫ എന്ന് പറയുന്ന ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു സിറ്റിയാണ്. എന്താണ് ഗാസ? ഈ സംശയം പലർക്കും ഉണ്ടായേക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം നിങ്ങൾ പലരും കേട്ടിരിക്കും. ഇതിൽ ഹമാസ് കൺട്രോൾ ചെയ്യുന്ന പലസ്തീൻ്റെ ഭാഗമായിരിക്കുന്ന പ്രദേശമാണ് ഈ ഒരു ഗാസ എന്ന് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഈ ഗാസയുടെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അവിടെ റൂൾ ചെയ്യുന്നത് ഈ ഹമാസ് ആണ്. അതേപോലെ തന്നെ പലസ്തീൻ്റെ മറ്റൊരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ കൺട്രോൾ ചെയ്യുന്നത് പലസ്തീൻ ലിബറേഷൻ ആർമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പിന്നീട് പലസ്തീൻ അതോറിറ്റി എന്ന പേരിൽ മാറ്റപ്പെട്ട ഒരു സംഘടനയാണ്. സോ ഈ ഒരു പലസ്തീൻ അതോറിറ്റിയും ഹമാസിനും വേണ്ടിയിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഏർപ്പെടാറുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ഹമാസ് കുറച്ചും കൂടി തീവ്രമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് വേണ്ട എന്ന് പറയുന്ന ചിന്താഗതിയിലൂടെ പലതരം പ്രശ്നം ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പായിരുന്നു ഒക്ടോബർ 7, 2023 ഇസ്രായേൽ അകത്ത് കടന്നു ചെന്ന് അവിടെ വ്യാപകമായ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയത്. ഈ ടെററിസ്റ്റ് അറ്റാക്കിന്റെ പേരിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിലോട്ട് കയറിയതും ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള പ്രഖ്യാപനം നടപ്പാക്കുകയും ചെയ്തത്. ഇതാണ് ഈ മൊത്തം പ്രശ്നത്തിന്റെയും ഒരു ലഘുവായിരിക്കുന്ന വിശദീകരണം എന്ന് പറയാൻ സാധിക്കും. ഇനിയാണ് റഫ എന്ന് പറയുന്ന പ്രദേശം എന്തുകൊണ്ട് ഇവിടെ കടന്നു വരുന്നു, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി അറിയേണ്ടിയിരിക്കുന്നത്. ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം. 2023 ഒക്ടോബർ മാസം റഫ എന്ന് പറയുന്ന സിറ്റിയിൽ താമസിച്ച ആകെ ആൾക്കാരുടെ എണ്ണം 1,70,000 ആയിരുന്നു. എന്നാൽ 2023 അവസാനിക്കുമ്പോഴേക്കും നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ഇത് 3 ലക്ഷത്തിനടുത്തോട്ട് ഉയർന്നു വന്നിരുന്നു. അവസാനം 2023 മെയ് ആകുമ്പോഴേക്കും ഇത് 15 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് 15 ലക്ഷം ജനങ്ങൾ തിങ്ങിക്കൂടി പാർക്കുന്ന, ലോകത്തിലെ മോസ്റ്റ് ഡെൻസിഡ് ആയിരിക്കുന്ന ഒരു ലിവിങ് ഹെൽ എന്ന രീതിയിൽ ലോകത്ത് വിശേഷിപ്പിക്കുന്ന പ്രദേശമായിട്ടാണ് ഇന്ന് റഫ മാറിയിരിക്കുന്നത്. ഈ 15 ലക്ഷം ജനങ്ങൾ എവിടെ നിന്ന് വന്നു? ഈ സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായേക്കാം. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിലുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് ഈ കാണുന്ന പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. ഈ ഗസയെ 3 വ്യത്യസ്തമായ പ്രദേശങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ഗാസ എന്ന് പറയുന്നതാണ്. ഈ നോർത്തേൺ ഗാസയെ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഗസ സിറ്റി എന്നാണ്. ഈ ഗസ സിറ്റിക്ക് ശേഷം വരുന്ന പ്രദേശമാണ് ഖാൻ യൂനിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൻട്രൽ ഗാസ റീജിയൻ. അതിനുശേഷമായിട്ട് ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ഒരു റഫ എന്ന് പറയുന്നത്. സോ ഈ 3 പ്രദേശങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രത്യേകതയുണ്ട്. ചരിത്രപരമായിട്ട് ഇസ്രായേലുമായിട്ട് അറബ് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്തും ഈ ഒരു മുഴുവൻ പ്രദേശങ്ങളിലും കാര്യമായ പ്രശ്നങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1956 സൂയസ് ക്രൈസിസ് എന്ന് പറയുന്ന ഈജിപ്തും ഇസ്രായേലും തമ്മിലൊരു യുദ്ധമുണ്ടായിരുന്നു. ആ സമയത്ത് ഈജിപ്തിനകത്തോട്ട് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കാനും സൂയസ് കനാലിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ടും ഈ ഒരു റഫ സിറ്റി ആയിരുന്നു അവർ യൂസ് ചെയ്തത്. സോ റഫ സിറ്റി കീഴ്പ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഈജിപ്തിനകത്തോട്ട് പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം അന്ന് ഈ റഫ സിറ്റിയിൽ ഉണ്ടായിരുന്ന 111ഓളം വരുന്ന റെഫ്യൂജീസിനെ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ആരോപണം അന്ന് ശക്തമായി ഉന്നയിക്കപ്പെട്ടതായിരുന്നു. അതിനെ റഫ കൂട്ടക്കുരുതി എന്ന പേരിലാണ് ചരിത്രത്തിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഇന്നേ വരെ ഈ റഫ എന്ന് പറയുന്ന സിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നത്. അതായത് ഈജിപ്ത് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള രാജ്യം, അതും കരമാർഗം ഗസയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ സാധിക്കുന്ന ഒരൊറ്റ പ്രദേശമാണ് ഈ ഒരു ഈജിപ്തിന്റെ അതിർത്തി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കരമാർഗമുള്ള അതിർത്തി പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കൺട്രോളാണ്. ഇസ്രായേലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതിനുശേഷമുള്ള പ്രദേശം കടലുമാണ്. സോ ഇങ്ങനെ കരമാർഗം എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പ്രദേശമായിട്ടായിരുന്നു ഈജിപ്തിന്റെ അതിർത്തിയായ ഈ ഒരു റഫയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഫയിലോട്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം 2023 ഒക്ടോബർ തുടങ്ങിയപ്പോൾ ഗാസയിലെ മുഴുവൻ പൗരന്മാരും അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം ആദ്യം ഗസയുടെ അകത്തോട്ട് പ്രവേശിച്ചത് ഗസയുടെ നോർത്തേൺ പാർട്ടിലൂടെയാണ്. സോ നോർത്തേൺ ഭാഗത്തോടെ ഗസയുടെ അകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ സൈന്യം അവിടെയുള്ള സാധാരണക്കാരോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് സദേൺ ഗാസയിലോട്ട് പോകണമെന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കിയിരുന്നു. ആ സമയത്ത് ഈ ഒരു നോർത്തേൺ ഗാസ എന്ന് പറയുന്ന ഗസ സിറ്റിയിൽ ഏകദേശം 1 മില്യൺ ജനങ്ങളുണ്ടായിരുന്നു.
ഈ 1 മില്യൺ ആൾക്കാരും ആദ്യം പോയത് സെൻട്രൽ ഗസ റീജിയൻ ആയിരിക്കുന്ന ഖാൻ യൂനിസ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അങ്ങനെ ആ ഭാഗത്തോട്ട് പോയ പലരും അതേപോലെ തന്നെ ബാക്കിയുള്ള പലര് ഈ റഫ എന്ന് പറയുന്ന അതിർത്തിയിലോട്ട് പോയി. അങ്ങനെ അതിർത്തിയിൽ വ്യാപകമായ തോതിൽ ജനങ്ങളുടെ ഒഴുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയായിരുന്നു ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ പല പ്രധാനപ്പെട്ട സംഘടനയും ഈ ഭാഗത്ത് ടെന്റുകൾ കെട്ടി താമസിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തത്. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശമായിട്ട് റഫ മാറി. എന്നാൽ ഇത് പിന്നെയും മോശമായിട്ട് മാറിയത് 2024 ഫെബ്രുവരിക്ക് ശേഷമാണ്. 2024 ഫെബ്രുവരി 9 ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തി. അതായത് റഫയിലോട്ട് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവേശനത്തെയും ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനികമായിരിക്കും നീക്കത്തെയും പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന രീതിയിൽ അവിടെയുള്ള സാധാരണക്കാർ റഫയുടെ റെഫ്യൂജി ക്യാമ്പിന്റെ ഭാഗത്തോട്ട് മൂവ് ചെയ്യണമെന്നും മുഴുവനായിട്ട് ജനങ്ങൾക്ക് ഒരു വാണിംഗ് എന്ന രീതിയിലായിരുന്നു ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു കാര്യത്തെ പ്രഖ്യാപിച്ചത്. സോ എന്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം റഫയിലോട്ട് പ്രവേശിക്കുന്നു? അതായത് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം അങ്ങോട്ടേക്ക് എന്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നു? ഓൾറെഡി ഗസയുടെ 70% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ കൺട്രോൾ മാറിക്കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് റഫയിലോട്ടും ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത്? അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരില്ലേ, അവരുടെ ജീവന് ഇത് ആപത്തായി മാറില്ലേ? ഇങ്ങനെ പല സംശയവും പലർക്കും തോന്നിയേക്കാം. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി കൂടെ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇസ്രായേൽ ശക്തമായ തിരിച്ചടി നൽകണമെന്നും ഇസ്രായേലിന്റെ 2 പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് നിറവേറ്റാനായിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലോട്ട് പ്രവേശിക്കണമെന്നായിരുന്നു അന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. അതിൽ 2 ആവശ്യങ്ങളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ഈ മുഴുവൻ പ്രശ്നത്തിന്റെയും സൂത്രധാരനായിട്ട് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഘടനയെ മുഴുവനായിട്ട് ഇല്ലാതാക്കണമെന്നും അവരെ അടിയോടുകൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇസ്രായേലി പൗരന്മാരായിട്ട് 200-ലധികം വരുന്ന ആൾക്കാർ ഹമാസിന്റെ പക്കലുണ്ട്. ഇവരെ മോചിപ്പിച്ചാൽ മാത്രമേ ഇസ്രായേലിന് ഈ ഒരു യുദ്ധത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന്. ഇങ്ങനെ ഈ 2 സ്റ്റേറ്റ്മെന്റ്, ഹമാസിനെ എലിമിനേറ്റ് ചെയ്യണം, രണ്ടാമത്തേത് ബന്ദികളെ മോചിപ്പിക്കണം, ഈ 2 കാര്യം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ഒഫൻസീവ് ആക്ഷൻ എടുത്തു വെച്ചത്. അങ്ങനെയാണ് ഗാസയുടെ അകത്തോട്ട് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്ന ഈ നോർത്തേൺ ഗാസ മുഴുവനായിട്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ കൺട്രോളോട്ട് മാറുന്നത്. അങ്ങനെ ആ ഭാഗത്തുണ്ടായിരുന്ന ഹമാസിന്റെ ബറ്റാലിയൻസിനെ തുരത്തി ഓടിക്കാനും അതിൽ പലരെ എലിമിനേറ്റ് ചെയ്യാനും കുറച്ചധികം ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചു. പക്ഷെ ആ സമയത്തോടകം സാധാരണക്കാരായ 10,000-കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇങ്ങനെ ഇസ്രായേൽ സൈന്യം പതുക്കെ ഓരോ ഭാഗത്തോട്ട് അവരുടെ അറ്റാക്ക് വ്യാപിക്കുകയും അങ്ങനെ ഖാൻ യൂനിസ് എന്ന് പറയുന്ന സെൻട്രൽ ഗാസ റീജിയനിലോട്ട് വ്യാപിക്കുകയും ചെയ്തു. സോ സെൻട്രൽ ഗാസയും നോർത്തേൺ ഗാസയും ഇസ്രായേൽ സൈന്യത്തിന് അധീനത്തിലോട്ട് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞു. ആ ഭാഗത്തുള്ള ഹമാസിന്റെ മുഴുവൻ ബറ്റാലിയൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇസ്രായേലിന് സാധിച്ചു. പക്ഷെ അവിടെയാണ് ഹമാസിന്റെ അവസാനത്തെ 4 ബറ്റാലിയൻ സോൾജേഴ്സ് ഇപ്പോഴും ഈ റഫ എന്ന് പറയുന്ന സിറ്റിയിലുണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇസ്രായേൽ പ്രഖ്യാപിക്കും. ആ ഭാഗത്തോട്ടും ഞങ്ങളുടെ സൈന്യം നീങ്ങാൻ പോകുന്നുവെന്നും ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വിജയം ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി വീണ്ടും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇസ്രായേൽ സൈന്യം റഫയിലോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കും, ഇസ്രായേൽ സൈന്യത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്നതും ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഫെബ്രുവരി 9 2024 ഇസ്രായേൽ സൈന്യം റഫയിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു പറഞ്ഞ ആ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വലിയൊരു മനുഷ്യ കൂട്ടക്കുരുതിക്ക് കാരണമാകുമെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ശേഷം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങൾ പിന്തിരിയില്ല, ഞങ്ങളുടെ ഈ ഒരു യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റിയിട്ട് ഞങ്ങൾ തിരികെ വരുമെന്ന്. അതിനുശേഷം അമേരിക്ക ഔദ്യോഗികമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങൾ റഫയിലോട്ട് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് നൽകുന്ന ആയുധങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന്. അതായത് റഫയിൽ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഇസ്രായേലിലെ പാർട്ട്നേഴ്സും ഇതേ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നെ ഇത്രയും പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഹമാസിനെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം റഫയിലോട്ട് പ്രവേശിച്ചു എന്ന് പറയുന്ന സംശയം നിങ്ങൾക്കുണ്ടായേക്കാം. അവിടെയാണ് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലം അറിയേണ്ടത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അകത്തോട്ട് പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം ആദ്യമായിട്ട് അവിടെ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. ഒരു ഞെട്ടിക്കുന്ന കണക്ക് പറയുകയാണെങ്കിൽ റഫ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് മുഴുവനായിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത് മെയ് മാസമാണ്. എന്നാൽ മെയ് മാസം അവസാനിക്കുമ്പോഴേക്കും ഈ റഫ എന്ന് പറയുന്ന സിറ്റിയിലുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾക്കും 10,000-കണക്കിന് കുട്ടികൾക്കും വ്യാപകമായ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, 15 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഹെല്ലിനെ എർത്ത് എന്ന് പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ റഫ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ റഫ ആ സിറ്റിയിൽ ഓൾ ഐസ് ഓൺ റഫ എന്ന പേരിൽ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ഫെബ്രുവരി മാസം WHO പലസ്തീൻ ടെറിട്ടറിയിലുള്ള ഹെഡായിരുന്നു.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു റഫ എന്ന് പറയുന്ന പ്രദേശം ലോകത്തിലൊരു കൂട്ടക്കുരുതിയുടെ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത്. അത് തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചത്. ഇസ്രായേൽ സൈന്യം ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കും തോറും അവിടെ 10 അതിലധികമോ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യമായിരുന്നു ഇന്ന് ഔദ്യോഗികമായിട്ട് ഐക്യരാഷ്ട്രസഭയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലും പുറത്തുവിടുന്നത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രായേലി ആക്ഷൻ പൂർണ്ണമായിട്ടും നിർത്തലാക്കണമെന്നും എത്രയും പെട്ടെന്ന് അവിടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടും അത് പുറത്തു വന്ന ഏതാനും മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇസ്രായേൽ സൈന്യം വീണ്ടും റഫേൽ ആക്രമണം നടത്തി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ മെയ് 26, 2024 ഇസ്രായേൽ സൈന്യം നടത്തിയ അറ്റാക്ക് അത് മിസ്റ്റേക്കിനലി സാധാരണക്കാരുടെ മേലെ ആയിരുന്നുവെന്നും അവിടെ 45ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നും അതിൽ ചിന്നിച്ചിതറിയ ശവശരീരങ്ങളും ചെറിയ കുട്ടികളുടെ തലയില്ലാത്ത ഉടലുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ കരയുന്ന വീഡിയോസുമായിരുന്നു ലോകം കാണാൻ സാക്ഷിയായത്. ആ ഒരു കാര്യത്തിന് ശേഷമായിരുന്നു ഇന്ന് വ്യാപകമായ തോതിൽ ഇസ്രായേലിനെതിരെ എതിർപ്പും അതിശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെയുള്ള ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നത്. 45 പേർ കൊല്ലപ്പെടാൻ കാരണമായ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച ഒരു ഗ്രേവ് മിസ്റ്റേക്ക് എന്നായിരുന്നു. കാരണം അവിടെ കൊല്ലപ്പെട്ട് സാധാരണക്കാരാണ്. ഹമാസിന്റെ സോൾജേഴ്സ് ആയിട്ട് 1-2 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സ്ഥിരീകരണം ഇസ്രായേൽ നടപ്പാക്കി. സാധാരണക്കാർക്ക് ഈ ഒരു ഗതി വന്നതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന രീതിയിൽ പോലുമാണ് ഇന്ന് ഇസ്രായേലിലെ പല നേതാക്കന്മാരും പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു യുദ്ധത്തിൽ എത്രമാത്രം കാഷ്വാലിറ്റി സംഭവിക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും ഇത്തരം കാഷ്വാലിറ്റീസിനെ ജസ്റ്റ് ഒരു നെഗ്ലിജൻസ് ആയിട്ട് അവരെ ഒഴിവാക്കി കളയുന്ന രീതിയിൽ കാണാൻ സാധിക്കും. പക്ഷെ അവിടെ കൊല്ലപ്പെട്ട സാധാരണക്കാരാണ്. നിങ്ങളുടെയോ എൻ്റെയോ കുടുംബങ്ങൾ ഇതേപോലെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സിറ്റുവേഷനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മതപരമായ പ്രശ്നത്തെക്കാൾ ഉപരി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതായിട്ട് മാറുന്നത്. ഇതാണ് ഈ മൊത്തം പ്രശ്നത്തിൻ്റെയും ഒരു ഔട്ട്ലൈൻ എന്ന് പറയാൻ സാധിക്കും. ഇനിയാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ പ്രശ്നം ഇത്രമാത്രം മോശമാകാൻ കാരണമായി. ലോകത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ ഒരു ആക്ഷൻ എടുത്തു വെക്കാൻ പാടില്ല എന്ന് ഇസ്രായേലിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇസ്രായേൽ അത് ചെയ്തു? ഇങ്ങനെ പല സംശയവും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കാം. ആ സംശയങ്ങൾക്ക് ഉത്തരമാണ് ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഫാക്ടറും അവിടെയുള്ള പല നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും ആ ഒരു പാർട്ട് തന്നെയാണ്. 2024 ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈന്യം റഫേലോട്ട് പ്രവേശിക്കാൻ പോകുന്നുവെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ലോകത്തിലെ പല നേതാക്കന്മാരും ചേർന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പുതിയ പല ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ഈജിപ്തും ഖത്തറും കൂടെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ മൊത്തം പ്രശ്നത്തിൻ്റെയും സീസ്ഫയർ ഡീൽ എന്ന് പറയുന്നത്. സോ 2 കൂട്ടരെയും വിളിച്ചു ചേർത്ത് അവരുടെ പ്രതിനിധികളെ കൊണ്ടുവന്നുകൊണ്ട് ഒരു സമാധാന ചർച്ച സ്റ്റാർട്ട് ചെയ്യുകയും അത് വെടിനിർത്തലിലോട്ട് പ്രഖ്യാപനം നടത്താനുള്ള നീക്കങ്ങളായിട്ട് മാറുകയും ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഔട്ട്കം എന്ന രീതിയിൽ ചർച്ചകളിൽ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഹമാസ് ഔദ്യോഗികമായിട്ട് മെയ് മാസം ഞങ്ങൾ ഈ ഒരു മുഴുവൻ പ്രശ്നവും അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ഒരു സീസ്ഫയറിന് ഖത്തറും ഈജിപ്തും കൊണ്ടുവന്ന പ്രപ്പോസൽ ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഹമാസ് അങ്ങനെ പറയാനുള്ള കാരണമായിട്ട് വിശേഷിപ്പിക്കുന്ന ആ പ്രപ്പോസലിൽ കൃത്യമായിട്ട് തന്നെ ഹമാസിന് കുറച്ചും കൂടെ മുൻതൂക്കം നൽകുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഈ പ്രപ്പോസലിനെ റിജക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആ ഒരു സമാധാന ചർച്ചകളെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തത് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ നടപ്പാകില്ല എന്ന് പറഞ്ഞ പ്രഖ്യാപനം വന്നിട്ടായിരുന്നു. സോ എന്താണ് ഹമാസ് ഓക്കെ പറഞ്ഞ ആ ഒരു പ്രപ്പോസൽ? എന്തായിരുന്നു ആ ഒരു വെടിനിർത്തൽ കരാറിൽ ഉദ്ദേശം? ഈ കാര്യം നിങ്ങൾക്ക് തോന്നിയേക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഈജിപ്തും ഖത്തറും കൂടെ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട പ്രപ്പോസലായിരുന്നു 3 ഫേസ് ആയിട്ട് ഈ ഒരു സീസ് ഫയർ നടപ്പാക്കുക എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ സൈന്യവും ഹമാസിന്റെ ഭാഗത്തുള്ള റിമൈനിങ് സോൾജേഴ്സും ഒരു കാരണവശാലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നും ആ ടൈം ലൈൻ ആദ്യത്തെ 40 ദിവസം 2 കൂട്ടരും ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണമെന്ന്, അതായത് ഹമാസിന്റെ കൺട്രോളുള്ള ഇസ്രായേലി പൗരന്മാരെ ഹമാസ് റിലീസ് ചെയ്യണമെന്നും അതേ നമ്പർ ഓഫ് പലസ്തീനി പ്രിസണേഴ്സ് ആയിട്ട് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പലസ്തീൻ പൗരന്മാരെയും ഇസ്രായേൽ വിടണമെന്ന് പറയുന്ന കാര്യമായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം വീണ്ടും ഒരു 30 ദിവസം അടുത്ത ഘട്ടമായിട്ട് കുറച്ചും കൂടെ ആൾക്കാർ റിലീസ് ചെയ്യുമെന്നും അങ്ങനെ 40, 42, 30 എന്ന രീതിയിൽ ഈ ഇത്രയും ദിവസം എടുത്തുകൊണ്ട് സീസ് ഫയർ നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യമായിരുന്നു ഹമാസ് അംഗീകരിച്ച ആ ഒരു സീസ് ഫയറിലുണ്ടായത്. എന്നാൽ ഇസ്രായേൽ ഇത് റിജക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹമാസിന് വീണ്ടും ഒരു സ്റ്റെബിലിറ്റി അവിടെ ലഭിക്കുമെന്നും ഹമാസിനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലാകില്ല എന്ന് പറയുന്ന കാര്യവും പ്ലസ് ഈ ഗസ എന്ന് പറയുന്ന സിറ്റിയെ മുഴുവനായിട്ടും ഒരു ബഫർ സോണാക്കി മാറ്റണമെന്ന് പറഞ്ഞ നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഗസയെ 2ആയി തിരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആൾക്കാർക്ക് താമസിക്കാമെന്നും ബാക്കിയുള്ള ഗസയുടെ നോർത്തേൺ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേൽ സൈന്യം അവിടെ തമ്പടിക്കുമെന്നും അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബഫർ സോൺ ആയിരിക്കും അവിടെ ഉണ്ടാകുക എന്ന് പറയുന്ന പ്രഖ്യാപനമായിരുന്നു ഇസ്രായേൽ നടപ്പാക്കിയത്. അതായത് ഇസ്രായേലിന്റെ ടെറിട്ടറി വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറയുന്ന പ്രഖ്യാപനമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങിയിരുന്നു. സോ മൊത്തത്തിൽ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന നിർദ്ദേശമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാനായിട്ട് ഹമാസും തയ്യാറായില്ല. അങ്ങനെ ഒരു സീസ് ഫയർ എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് നടപ്പാകാതെയും വന്നു. സോ 2 കൂട്ടരും ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ മോശമാക്കി മാറ്റുന്നുവെന്നായിരുന്നു അന്ന് ലോക നേതാക്കന്മാരും ആവർത്തിച്ച് പറഞ്ഞത്. അതിന് തൊട്ട് 30 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഹമാസ് ആണ് സീസ് ഫയറിന് തടങ്കലായി നിൽക്കുന്നുവെന്നും ഹമാസ് ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായാൽ ഇത് മൊത്തമായിട്ട് സോൾവ് ആകുമെന്ന്. പക്ഷേ ഹമാസ് സീസ് ഫയറിന് തയ്യാറായപ്പോഴും ഇസ്രായേൽ സൈന്യം അതിന് തയ്യാറായില്ല, ഇസ്രായേലിലെ ഭരണകൂടം അതിന് എതിർത്തു എന്ന് പറയുന്ന കാര്യത്തെയും കാണാൻ സാധിക്കും.
ഇവിടെയാണ് ഇസ്രായേൽ അകത്തുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലത്തെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും അവരുടെ അകത്തുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ഈ ഒരു യുദ്ധത്തിൽ മാറുന്നുവെന്ന്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇസ്രായേൽ അകത്ത് ഇന്ന് അധികാരത്തിലുള്ള ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിൽ വന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന അൾട്രാ നാഷണലിസ്റ്റ് ആയിരിക്കുന്ന നിരവധി പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സപ്പോർട്ടാണ്. അതായത് ഈ അൾട്രാ നാഷണലിസം എന്ന് പറയുന്ന ആശയം അത് തങ്ങളുടെ രാജ്യം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന രീതിയിലായിരുന്നു പലപ്പോഴും മാറാൻ തുടങ്ങുന്നത്. അത്തരത്തിലുള്ള ഐഡിയോളജി പിന്തുടരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ഭരണഘടനയും അവിടുത്തെ ഭരണരീതി പ്രകാരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. മൊത്തം 120 സീറ്റാണ് അവിടെ ഉള്ളത്. ഈ 120 സീറ്റിൽ 60-ൽ കൂടുതൽ സീറ്റ് നേടിയാൽ അധികാരത്തിൽ വരാൻ സാധിക്കും. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർ ഓരോ സ്ഥാനാർത്ഥിക്കല്ല വോട്ട് ചെയ്യുന്നത്, മറിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും എത്ര ശതമാനം വോട്ട് ലഭിച്ചു എന്ന് പറയുന്ന കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പാർട്ടിക്കും സീറ്റുകൾ നൽകുന്നത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്ക് ഒരു 30% വോട്ട് ലഭിച്ചാൽ അവർക്ക് 30 സീറ്റ് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഈ 61 എന്ന് പറയുന്ന നമ്പറിലോട്ട് എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൽ എല്ലാ സമയത്തും ഒരു കോയിലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ മാത്രം ഇസ്രായേലിൽ 4 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് അധികാരത്തിൽ വരും, പിന്നീട് അവർ തമ്മിൽ പ്രശ്നമാകുമ്പോൾ അവർ ആ സപ്പോർട്ട് വിഡ്രോ ചെയ്യും, അങ്ങനെ ആ ഒരു ഭരണം ഇല്ലാതാകും, വീണ്ടും ഇലക്ഷൻ വരും. ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇസ്രായേൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ആശങ്ക മൂലം ഈ അൾട്രാ നാഷണലിസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമായിരുന്നു റഫേൽ നിന്നും ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് ഹോസ്റ്റേജസിനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രായേൽ ആദ്യം പ്രഖ്യാപിച്ച 2 ആവശ്യം നടപ്പാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ റഫേലോട്ട് പ്രവേശിച്ചതും ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ നേതാക്കന്മാരും എതിർപ്പ് അറിയിച്ചിട്ടും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈവൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഐക്യരാഷ്ട്രസഭയും എല്ലാം എതിർപ്പ് അറിയിച്ചിട്ടും അത് നടപ്പാക്കാനുള്ള കാരണമായിട്ട് ഇന്ന് പല വിധത്തിലും വ്യാഖ്യാനിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ ആംബിഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അതായത് ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിന് താഴോട്ടിറങ്ങിയാൽ അദ്ദേഹത്തിന് നേരെ അഴിമതി ആരോപണവും പല കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകൾ കുത്തിപ്പൊക്കുമെന്നും വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ സാധിക്കാത്ത രീതിയിൽ മാറുമെന്ന് പറയുന്ന ഒരു ആരോപണം ഇന്ന് ശക്തമായി തുടരുന്നുണ്ട്. ഈവൻ ഇസ്രായേലിനകത്ത് സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഹമാസുമായിട്ട് സീസ്ഫയർ പ്രഖ്യാപിക്കും, ഞങ്ങളുടെ ബന്ദികളാക്കിയിരിക്കുന്ന സഹോദരങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും മോചിപ്പിക്കൂ എന്ന് പറയുന്ന ആവശ്യമാണ്. അതിന് ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇന്ന് ലോകത്തിലെ പല കൺട്രീസിന്റെ നേതാക്കന്മാരും ഉന്നയിക്കുന്ന അഭിപ്രായമാണ്. ഇസ്രായേലിനെതിരെ വ്യാപകമായ തോതിൽ വിമർശനവും അതിശക്തമായിരിക്കുന്ന ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴും ഇസ്രായേൽ അവരുടെ ഭാഗത്ത് ഇപ്പോഴും ഈ റഫ എന്ന് പറയുന്ന സിറ്റിയിൽ ശക്തമായ ആക്രമണം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ 4 ബറ്റാലിയൻ സോൾജേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നവരെ ഇസ്രായേൽ ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും 10,000-കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന നിർദ്ദേശമാണ് പല സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ സാധാരണക്കാർ താമസിക്കുന്ന സിറ്റുവേഷൻ അത്രമാത്രം മോശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു റൂമിൽ 2 പേര് താമസിക്കാൻ പറ്റിയ സിറ്റുവേഷനിൽ ഇന്ന് 12ഉം 15 പേരാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല ഇവർക്കിടയിൽ തന്നെ വ്യാപകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതായിട്ട് ഐക്യരാഷ്ട്രസഭയും WHO ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും ഉപരി ഇവർക്ക് കുടിവെള്ളം പോലും ലഭ്യമാകുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരാൾക്ക് 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം മാത്രമേ, അതും അൺഹൈജീനിക് ആയിരിക്കുന്ന വാട്ടർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിനെല്ലാത്തിനും പുറമെ ഇവർക്ക് വേണ്ട എയ്ഡ്, ഇവർക്ക് വേണ്ട ഭക്ഷണ വസ്തുക്കളും അവർക്ക് വേണ്ട ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളുമെല്ലാം എത്തിക്കാനുള്ള പല ട്രക്കുകളും ഈജിപ്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ട്രക്കുകൾ പോലും മോചിപ്പിക്കാനായിട്ട് ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ആരോപണം സൗത്ത് ആഫ്രിക്കയുടെ മിനിസ്റ്റേഴ്സ് പോലും ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടക്കുരുതിക്ക് തുല്യമായ രീതിയിലാണ് ഇന്ന് ലോകത്തിലെ പല നേതാക്കന്മാരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. യുദ്ധമൊന്നിനും അനിവാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന പലരുടെയും, പല നേതാക്കന്മാരുടെയും, പല പ്രധാനപ്പെട്ട സംഘടനകളുടെയും പൊളിറ്റിക്കൽ ആംബിഷനും അവരുടെ നേട്ടങ്ങളും മാത്രമായിരിക്കും. അവിടെ സാധാരണക്കാരോ അവർക്കുള്ള പ്രശ്നമോ ഒരു ചോദ്യചിഹ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു കാരണമായിട്ടോ കടന്നു വരാറില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായിട്ട് ഇന്നും ഈ ഒരു ഭാഗത്ത് തമ്പടിച്ച് കഴിയുമ്പോഴും അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഈജിപ്തോ ബാക്കിയുള്ള ഒരു അയൽ രാജ്യമോ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരായിരുന്നു യുക്രൈന് ചുറ്റുമുള്ള പല അയൽ രാജ്യങ്ങളും സ്വീകരിച്ചത്. എന്നാൽ എന്തുകൊണ്ട് അതേ കാര്യം ഇവിടെ നടപ്പാകുന്നില്ല എന്ന് പറഞ്ഞ ചോദ്യം ഇവിടെ പലരും ഉന്നയിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപരി ഇങ്ങനൊരു പ്രധാനപ്പെട്ട മനുഷ്യരഹിതമായ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ മതം കൊണ്ടുവന്നുകൊണ്ട് അവിടെയും ഈ മതത്തിലുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം സംഭവിക്കണം, അവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും തീവ്രമായ ചിന്താഗതിയുള്ള പലരെയും നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ട്വിറ്ററിലാണെങ്കിലും പല സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ചർച്ച നടക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവിടെയുള്ള ആൾക്കാരെ കൊല്ലപ്പെടേണ്ടവരാണ്, അവരെ തീർച്ചയായിട്ടും ഇല്ലാതാക്കണം. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലും ന്യായീകരിക്കുന്ന പലരെയും നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കും. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, അവിടെയുള്ള സാധാരണക്കാരായ കുട്ടികൾ
ഈവൻ ജനിച്ചു വീണ കുട്ടിയൊക്കെ എന്തിൻ്റെ പേരിലാണ് മതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉയർത്തി കാണിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു കുട്ടികൾ പോലുമാണ് വേട്ടയാടപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് സംസാരിക്കേണ്ടത് ഒരു മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വോയിസും റൈസ് ഔട്ട് ചെയ്യുക, ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞു വെക്കുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അവരോടും ഇത് പറഞ്ഞു കൊടുക്കുക, അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.